ഗ്ലോബ് സിവിൽ പ്രൊജക്ട് ലിമിറ്റഡ് കമ്പനി 2002 ന്യൂഡൽഹിയിലാണ് സ്റ്റാർട്ടായത്. സോ കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെയാണ്. അതിലെ കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. ഇന്ത്യയിലെ തന്നെ 11 കൂടുതൽ സംസ്ഥാനങ്ങളിൽ കമ്പനി ഇപ്പോൾ ഓൾറെഡി വർക്കിംഗ് ആയിട്ടുണ്ട്. അതിൽ ഹരിയാന, ഹിമാചൽ പ്രദേശ്, കർണാടക, ഡൽഹി എല്ലാം ഉൾപ്പെടുന്നുണ്ട്. സോ കമ്പനി ബിൽഡ് ചെയ്യുന്നത് മെയിനായിട്ട് എയർപോർട്ട് ടെർമിനലുകൾ, റെയിൽവേ ബ്രിഡ്ജസുകൾ, ഓവർലൈൻ ബ്രിഡ്ജസുകൾ, അങ്ങനെ ഹോസ്പിറ്റൽസ്, അങ്ങനെയുള്ളതിനാണ് അതിൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. ഇനി IPO പറ്റി പറയുമ്പോൾ 119 കോടിയുടെ ഒരു IPO ആണ് വരുന്നത്. IPO സ്റ്റാർട്ട് ആകുന്നത് ജൂൺ 24-നാണ്, എൻഡ് ചെയ്യുന്നത് ജൂൺ 26-ാം തീയതി. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് വരുന്നത് 27-ാം തീയതിയാണ്. ലിസ്റ്റിംഗ് വരുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. ഒരു ലോട്ടിൽ വരുന്നത് 211 ഷെയറാണ്. ഒരു ഷെയറിന് പ്രൈസ് ബാൻഡ് അല്ലെങ്കിൽ പ്രൈസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 67 രൂപയ്ക്കും 71 രൂപയ്ക്കും ഇടയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ലോട്ടിൻ്റെ പ്രൈസ് വരുന്നത് ഏറെക്കുറെ 14,100 രൂപയാണ്. അതിൽ തന്നെ 50% കമ്പനി അലോട്ട് ചെയ്തേക്കുന്നത് റീറ്റെയിലേഴ്സ്, അതായത് നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സിനാണ്. IPOയുടെ ഇപ്പോഴത്തെ GMP, അതായത് ഗ്രേ മാർക്കറ്റ് പ്രീമിയം പ്രൈസ് എന്ന് പറയുന്നത് ഏറെക്കുറെ 21%. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റവന്യൂ 2022 285 കോടിയും അത് 2023 233 കോടിയാവുകയും എന്നാൽ 2024 ആയപ്പോൾ 332 കോടിയാവുകയും ചെയ്തു. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 5 കോടിയും അവിടെ നിന്ന് 4 കോടിയിലേക്കും പിന്നീട് അത് 15 കോടിയിലേക്കും ആയിട്ടുണ്ട്. അതുപോലെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 57 കോടിയും എന്നാൽ അത് പിന്നെ 62 കോടി, അവിടെ നിന്ന് അത് 77 കോടിയും ആയിട്ടുണ്ട്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. സോ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ബാക്കി പോരാത്ത ഡീറ്റെയിൽസ് ക്യാപ്ഷൻസിലുണ്ട്. സോ നിങ്ങളിത് ഒന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഉചിതമെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ഡിസിഷൻ എടുക്കുക. താങ്ക്